ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയുടെ 5ാം മാസത്തിലെ ചടങ്ങൊക്കെ നടക്കാൻ പോവാണ് കേട്ടോ. ആ ചടങ്ങുകൾക്കായിട്ട് കമലയും ഗോവിന്ദനും നന്ദുവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അനാമികയ്ക്ക് ആകപ്പാടെ അങ്ങ് ദേഷ്യമൊക്കെ ആകുകയാണ്. ആ സമയത്താണ് കേട്ടോ നമ്മുടെ ദേവയാനി തന്നെ നവ്യയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത്. നവ്യയ്ക്ക് കുറച്ച് സ്വർണം ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് ദേവയാനി. ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചടങ്ങുകളൊക്കെ ആവുകയാണ് കേട്ടോ. നവ്യാണെങ്കിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അതേസമയം അവിടെ എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഗോവിന്ദനും കനകയും നന്ദുവും കൂടി വരുന്നത്. അത് കാണുമ്പോഴേക്കും അനാമികയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല. നന്ദുവിനെ കാണുമ്പോൾ അനാമിക അനിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ദേ വരുന്നുണ്ട് ആ മൊട്ടേച്ചി. അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞത് വരരുതെന്ന്. ഇന്നലെയും കൂടി അവളോട് ഞാൻ വിളിച്ചു പറഞ്ഞതാ. എന്നിട്ടും അവൾ വീണ്ടും കെട്ടി എഴുന്നള്ളിച്ച് വന്നിരിക്കുകയാണ്. എന്തൊരു നാശമാണോ, എന്തൊരു ചടങ്ങാണോ ഇത്. 5ാം മാസത്തിലെ ചടങ്ങ്. 2 പേർക്കും കുറച്ച് എളുപ്പമായില്ല കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ അനാമിക ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കയറി വരുമ്പോഴേക്കും എല്ലാവരും സ്വീകരിക്കുകയാണ് കേട്ടോ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. അങ്ങനെ നയനയും നവ്യയൊക്കെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും നയന ചെല്ലുമ്പം നയനയുടെ കയ്യിലേക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ കനക. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാ മോളെ കുറച്ച് പലഹാരങ്ങളുണ്ട്, അവയ്ക്കുള്ള പലഹാരങ്ങളാണ്, എല്ലാം അമ്മ തന്നെ ഉണ്ടാക്കിയതാ. അത് കുറേ അവൾക്ക് മാത്രമല്ല നിനക്കും കൂടി ഉള്ളതാണ്. നിനക്കും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളെല്ലാം അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അവരെ സ്വീകരിച്ചിരുത്തുകയാണ്. അവരാണെങ്കിൽ സെറ്റിയിലൊരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അനാമികയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അനാമിക ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ് നന്ദുവിനെ തന്നെ. എന്നിട്ട് അവിടെ നിന്നിട്ട് പറയാണ്, നന്ദു എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവളോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയാണ്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയാം, എന്താ അനാമികയെ അങ്ങനെ പറയുന്നത്? വീട്ടിൽ കയറി വന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അവർ അതിഥികളായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. നവ്യയുടെ ചടങ്ങിന് അവരല്ലാതെ പിന്നെ ആരാ വരേണ്ടത്? അപ്പോൾ അനാമിക പറയാണ്, ഇവർ വന്നോട്ടെ, അതിന് ഈ നന്ദുവും കൂടി വരണോ? മുത്തശ്ശന് ഈ കാര്യങ്ങളൊക്കെ അറിയാവില്ലേ? അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നതല്ലേ എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. അനാമികയെ, നിന്റെ ഭർത്താവല്ലേ അനി? പിന്നെ അവൻ കാണുന്ന പെൺകുട്ടികളുടെ പുറകെ ഒന്നും പോകുന്ന ആളാണെന്ന് തോന്നുന്നില്ല. ഇവള് അവനെ വശീകരിച്ച് വച്ചിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് മുത്തശ്ശ ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറയാതെ അനാമികയെ. നന്ദുവിൻ്റെ ചേച്ചിമാരെ 2 പേരെ ഈ വീട്ടിലേക്കാണ് വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ നന്ദുവിന് സ്വാഭാവികമായിട്ടും ഈ വീട്ടിൽ വരാൻ അവകാശമുണ്ട്. അങ്ങനെയാണ് നന്ദു ഇവിടെ വന്നത്. അതിന് അനാമിക എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും ഉടനെ ഗോവിന്ദൻ പറയാണ്, അയ്യോ മോള് വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവളെ ഞങ്ങൾ പറഞ്ഞു വിട്ടേക്കാം. അവളോട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷേ അവൾക്ക് വരണം എന്നുള്ള നിർബന്ധം കാരണം വന്നതാണെന്ന് പറയാം. അപ്പോൾ അനാമിക പറയാണ്, അതെ അവൾക്ക് നിർബന്ധം കാണും വരണമെന്ന്. അനി ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അവൾക്ക് നിർബന്ധം ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോഴേക്കും ഉടനെ കനകയും പറയുന്നുണ്ട്, നന്ദു എന്നാൽ പൊയ്ക്കോളും എന്ന് പറയുമ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്തിന്? നന്ദു പോകേണ്ട കാര്യമില്ല. നന്ദുവിനെ ഇവിടെ ചടങ്ങിനാണ് വിളിച്ചത്. ഇവിടെ വന്ന് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾ പോയാൽ മതി. അനാമിക മിണ്ടാതിരിക്കുക എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശം പറയുന്നുണ്ട്, അനാമികയെ ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറയാണ്. കാരണം നന്ദുവും അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുന്ന ഇവിടെ ഒരു ചടങ്ങിനായിട്ടാണ്. അവരെ അപമാനിച്ച് വിടുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ സംസാരം. അതുകൊണ്ട് അവരിവിടുന്ന് പോകുന്നില്ല. അച്ഛനും അമ്മയും നന്ദും ചടങ്ങുകൾക്ക് ശേഷമേ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ഇതൊക്കെ കേൾക്കുമ്പം ആകെപ്പാടെ ദേഷ്യത്തിലാകാണ് അനാമിക. അനാമിക അങ്ങോട്ട് ചെന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, കണ്ടോ ദേ അവൾ വന്നിരിക്കുന്നു, നന്ദു ആ മുട്ടേച്ചി. അവളോട് ഞാൻ പറഞ്ഞതാ ഇങ്ങോട്ട് വരരുതെന്ന്, എന്നിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ജാനകി പറയണം, നേരാ, എൻ്റെ മോളുടെ സമാധാനം കളയാനായിട്ട് അവൾ വീണ്ടും വന്നിരിക്കുക. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ, ഇപ്പോൾ ഒന്നും മേലാത്ത അവസ്ഥയല്ലേ. അച്ഛനും അമ്മയൊക്കെ അവരെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ആകെ മൊത്തം ദേഷ്യം വന്ന് കയറി പോവുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. അനാമിക ചെന്നിട്ട് പതിവ് പോലെ തന്നെ അമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് രേവതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് വേണു പറയാണ്, ആണ്ടേ രേവതി നിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നെന്ന്. അപ്പോൾ രേവതി ആ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് അനാമിക, അതേ അമ്മേ ഇവിടെ ആ ചടങ്ങ് നടക്കല്ലേ, നിങ്ങൾ വരുന്നില്ലേ ആ ചടങ്ങിന്? അപ്പോൾ രേവതി പറയണേ, ഏയ് ഞങ്ങളെങ്ങും വരുന്നില്ല. എന്ത് കാണാനാണ് അങ്ങോട്ട് വരുന്നത്? അവളുമാരെ അങ്ങ് പൊക്കി വയ്ക്കുന്ന കാണാനല്ലേ, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ വരുന്നില്ല എന്ന് പറയണം. ആ വരണ്ട, അതാ നല്ലത്. അവളുടെ അച്ഛനും അമ്മയും ആ നന്ദു ഇല്ലേ അവളും വന്നിട്ടുണ്ട്.
അവൾ വന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഞാനിവിടെ പറയുകയും ചെയ്തു. അതിവിടെ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാം എതിർത്ത് സംസാരിക്കുകയായിരുന്നു എന്നെ. ഞാൻ ആകപ്പാടെ ടെൻഷനിലാണ്. എനിക്ക് അവളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. അണ്ണനെ നടുവിന് ചവിട്ടി ഇട്ടവളല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആഹാ മോള് പറഞ്ഞല്ലേ ഇന്നലെ അവളോട് ഇങ്ങോട്ട് വരരുതെന്ന്, എന്നിട്ടും അവൾ വന്നു അല്ലേ? അവളുമാരുടെയൊക്കെ അഹങ്കാരം എന്ത് ചെയ്യാൻ പറ്റും? ഞാനും വേണമെങ്കിൽ വരായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാണ്, വേണ്ട നിങ്ങൾ വരണ്ട, ഈ നശിച്ച ചടങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മുടെ ദേവയാനിയാണെങ്കിൽ അടുക്കളയിലെ എല്ലാ കൂട്ടം പലഹാരങ്ങളും അതുപോലെ സദ്യയും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാ കൂട്ടവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിൻ്റെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും ഒക്കെ വന്നപ്പം ഞാൻ സ്വീകരിച്ചില്ല എന്നൊന്നും വേണ്ട. എനിക്ക് അവരോട് വെറുപ്പൊന്നുമില്ല. ഞാൻ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അതിൻ്റെ പേരിൽ ഇനി പിണങ്ങൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. ചെല്ലുമ്പോൾ കനകയും ഗോവിന്ദനും ഒക്കെ പെട്ടെന്ന് ദേവയാനിയെ കണ്ട് എണീക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അയ്യോ എന്നെ കണ്ട് എണീക്കൊന്നും വേണ്ട, അവിടെ ഇരുന്നോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പം അസുഖമൊക്കെ കുറവുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഗോവിന്ദൻ. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, എനിക്കിപ്പോൾ കുറവൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഉടനെ തന്നെ നയന പറയാണ്, അമ്മയ്ക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് അച്ഛാ. അമ്മയാണ് ഇന്ന് അടുക്കളയിലെ എല്ലാ ജോലികളും ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ സദ്യയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അമ്മ തന്നെയാണ് എന്ന് പറയണം. അപ്പോൾ കനക പറയാണ്, അയ്യോ അത്രയ്ക്കൊക്കെ ആയോ? സ്വന്തമായിട്ട് ഇത്രയൊക്കെ ജോലി ചെയ്യാനായിട്ടുള്ള നയനെ നിനക്ക് അമ്മയെ സഹായിച്ചു കൊടുക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതെങ്ങനെയാ? അമ്മ പറഞ്ഞു ഒന്നും സഹായിക്കേണ്ട, അമ്മ സ്വയം ഇതെല്ലാം ചെയ്തോളാന്ന് പറഞ്ഞിരിക്കുകയാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ പറയാണ്, അതെ ഏടത്തേക്ക് ഇപ്പം പേടിയാണ്. ദേ ഇവളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത പോലെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഓർത്തിട്ടാണ് ഏടത്തി ഇപ്പോൾ സ്വയം ഉണ്ടാക്കി കഴിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും ഇവള് വെച്ച് കൊടുക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ജലജേ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് സ്വയം ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അല്ലാതെ പാലിൽ വിഷം ചേർത്ത് തന്ന പോലെ എനിക്ക് ഭക്ഷണത്തിൽ ആരും വിഷം ചേർത്ത് തരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി അകത്തേക്ക് പോയിട്ട് പറയുകയാണ് നമ്മുടെ ജയനോട്, അതെ ജയേട്ടാ അവളുടെ ചടങ്ങല്ലേ ഇത് നടക്കുന്നത്, എന്തെങ്കിലും ഒരു സമ്മാനം അവൾക്ക് കൊടുക്കണ്ടേന്ന് ചോദിക്കാനാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അതൊക്കെ തൻ്റെ ഇഷ്ടം, തനിക്ക് നവ്യയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നല്ലോ, അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, എന്തെങ്കിലും കുറച്ച് സ്വർണം അവൾക്കും കൊടുക്കണം, കാരണം നയനയുടെ ചേച്ചിയാണ്, നയന ഇവിടുത്തെ മൂത്ത മരുമകളല്ലേ, പിന്നെ അത് തന്നെയല്ല ഈ അനന്തപുരി തറവാട്ടിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്ന കുഞ്ഞല്ലേ നവ്യയുടെ കുഞ്ഞ്, അഭിയുടെ കുഞ്ഞല്ലേ അതുകൊണ്ട് ഈ ചടങ്ങിന് അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കട്ടെ, അവൾക്ക് മനസ്സിനെന്തെങ്കിലും സന്തോഷമായിക്കോട്ടെ. പിന്നെ ജയേട്ടാ ഒരു കാര്യമുണ്ട്, അവളെ അത്ര കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല അഭിയും ജലജയും ഒന്നും. അപ്പം ജയനും പറയാണ്, അത് ശരിയാണ്, അവളെ ഒരു കാര്യമായിട്ട് പോയിട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അഭി ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് നവ്യയെ കാണുന്നത്. അവൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് പോലും അവൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ പറയാണ്, അതെ ജലജയെ അങ്ങനെ തന്നെയാണ് എന്ന് പറയാണ് കേട്ടോ ദേവയാനി. അപ്പോൾ ജയൻ പറയാണ്, ശരിയാ, നവ്യയുടെ സ്വഭാവം നേരത്തെയൊക്കെ വളരെ മോശമായിരുന്നു, അവളും വളരെ മോശമായ രീതിയിലാണ് എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരുന്നത്, പക്ഷേ അവളിപ്പോൾ ഒരുപാടൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, ശരിയാ അവൾ ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷേ അവൾക്ക് വേണ്ട പരിഗണന ഒരു ഗർഭിണി എന്ന രീതിയിൽ അവളുടെ അമ്മയമ്മയും ഭർത്താവും ഒന്നും കൊടുക്കുന്നില്ലെന്നുള്ളത് സത്യമാണ്, അതുകൊണ്ട് ഞാൻ അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ആ ചടങ്ങ് നടത്താനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ദേവയാനി ഒരു ബോക്സിൽ കുറച്ച് സ്വർണ്ണമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അത് നവ്യയെ വിളിക്കുകയാണ്, നവ്യേ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുകയാണ്. അപ്പം നവ്യ പേടിച്ചിട്ടാണ് കേട്ടോ ചെല്ലുന്നത്, എന്താ ഇനി പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴേക്കും ഈ ഗിഫ്റ്റ് അങ്ങ് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാണ്, ഇത് നവ്യയ്ക്ക് ഞാൻ വച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റാണെന്ന് പറയുകയാണ്. കുറച്ച് സ്വർണ്ണമാണ്, ഞാൻ ഇതുപോലെ കുറച്ച് സ്വർണം വെച്ച് അനാമികയ്ക്കും വിവാഹം കഴിഞ്ഞ് കൊടുത്തിരുന്നു, നവ്യയ്ക്ക് ഞാനൊന്നും ഇതുവരെ കൊടുത്തില്ല. ഇപ്പോൾ ഈ സമയത്ത് അത് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി, കാരണം അവൾക്ക് ഇങ്ങനൊരു വിശേഷമുണ്ട്, 5ാം മാസ ചടങ്ങുകൾ നടക്കുന്നു, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, അതുകൊണ്ട് ഒരുപാടൊന്നുമില്ല, എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് ഞാനിത് അവൾക്ക് കൊടുക്കുകയാണെന്ന് പറയാണ്. അപ്പം നവ്യയും നയനയും അതുപോലെ മറ്റുള്ളവരെല്ലാവരും അന്തം വിട്ട് പോവാണ് കേട്ടോ. എന്താണ് ദേവയാനി ഇപ്പം ഈ സ്വർണ്ണമൊക്കെ കൊടുക്കുന്നതെന്ന് ഓർത്തിട്ട്. അപ്പം നവ്യ പറയാണ്, വല്യമ്മേ
എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ? അത് മോളെ നീ വേറൊന്നും വിചാരിക്കേണ്ട, നീ ഈ സമയത്ത് എനിക്കിത് നിനക്ക് തരണമെന്ന് തോന്നി, അതുകൊണ്ടാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. നയന പറയുന്നുണ്ട് അപ്പം നവ്യയോട്, നവ്യേച്ചി വിഷമിക്കേണ്ട, അമ്മ തന്നതല്ലേ, അമ്മ സന്തോഷത്തോടു കൂടി തന്നതല്ലേ, അത് സ്വീകരിച്ചോളൂ എന്ന് പറയാണ്. അതേസമയം നമ്മുടെ അനാമികയാകട്ടെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അനാമിക ആ സമയത്ത് നിന്നിട്ട് ഇത് ജാനകിയോട് പറയാണ്, കണ്ടോ അവരിപ്പം നവ്യയ്ക്ക് സ്വർണം കൊടുത്തു, നയനയ്ക്ക് സ്വർണം കൊടുക്കുന്നു, എല്ലാവർക്കും സ്വർണം കൊടുക്കുന്നു, എനിക്ക് മാത്രം ആരും ഒന്നും തരുന്നില്ല, എന്നെ മാത്രം ആർക്കും വേണ്ട. ഞാൻ അടുത്തോട്ട് ചെല്ലുകയോ ഞാൻ എന്തെങ്കിലും കാര്യം പറയുകയോ ചെയ്താൽ പോലും എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ്, മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നതിനും എടുക്കുന്നതിനും ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടെ കലിച്ചു തുള്ളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ